ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഹൃദയവും സദസ്സും നിറച്ച മമ്മൂട്ടിയുടെ ഭ്രമയുഗം ലോസ് ഏഞ്ചലസിലെ ആ ഒരു വേദി കീഴടക്കിയത് അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേക പരാമർശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സിനിമയെ വരവേറ്റതും. അതെ, മോളിവുഡ് ലെജൻഡ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുമ്പോൾ ഹർഷാരവത്തോടെ ആ ഒരു വേദി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതെ, ഇത് മലയാള സിനിമയുടെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ അഭിമാന മുഹൂർത്തമായി മാറുകയാണ്. മലയാള സിനിമയെ മെൻഷൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ മോളിവുഡിൽ ആ ഒരു മോളിവുഡിൻ്റെ അതേപോലെ തന്നെ ഇൻട്രോ ആയി മമ്മൂട്ടിയും കൂടെ പറയുമ്പോൾ അത് മലയാള സിനിമ ഞെട്ടുന്ന, അല്ലെങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു റീജിയണൽ ലാംഗ്വേജ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച മൂമെൻറ്റുകളിലൊന്നായി. കാരണം ഇതൊക്കെ സ്വപ്നത്തിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു വേദി പങ്കിടുമെന്ന് മലയാള സിനിമ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ല. ഫെബ്രുവരി 12 മലയാളം ത്രില്ലർ സ്ക്രീൻ ചെയ്തു. ടെറ്റ് മാൻ തിയേറ്ററിലാണ് അവിടെ എത്തിയത് ഈ ഒരു സിനിമ. അവിടെ ആ ഒരു വേദിയിൽ നിറഞ്ഞ സദസ്സിൽ തന്നെയായിരുന്നു സിനിമ എത്തിയിരുന്നത്. അതായത് പാക്ഡ് ക്രൗഡ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ. അതായത് ഈ മലയാളത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ ചാനലുകളല്ല, ഇത് ഇൻ്റർനാഷണൽ ചാനലുകളിൽ തന്നെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ വന്നിരിക്കുന്ന കാര്യമാണ്. പ്രീ സ്ക്രീനിങ് സെക്ഷനിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ തന്നെ വായിക്കാം. എ പ്രീ സ്ക്രീനിങ് സ്പീക്കർ ഹെയിൽഡ് മമ്മൂട്ടി ആസ് എ മോളിവുഡ് ലെജൻഡ് ഫ്രം കേരള, സ്പാർക്ലിംഗ് ഓൺലൈൻ എക്സൈറ്റ്മെൻറ്റ്സ് ആൻഡ് കോൾ ഓഫ് എൻ ഹിസ്റ്റോറിക് മൊമെൻറ്റ് ഫോർ റീജിയണൽ സിനിമ. ഇത് തന്നെയാണ് അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ഡയറക്ടർ രാഹുൽ സദാശിവൻ, അതേപോലെ തന്നെ ഇതിനകത്തുള്ള എല്ലാവരെയും അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ ഉള്ള ഒരു പരാമർശത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയും മലയാള സിനിമയും എടുത്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നമുക്കൊരു കാര്യം ഇവിടെ ഉറപ്പിക്കാൻ കഴിയുന്നു. അതെ, മോളിവുഡ് ലെജൻഡ് എന്ന് അഭിസംബോധന ചെയ്ത് മമ്മൂട്ടി നിറഞ്ഞ സദസ്സിൽ ഓസ്കാർ വേദിയിൽ പ്രദർശനം നടത്തുമ്പോൾ അത് മലയാള സിനിമയുടെ സുവർണ നിമിഷങ്ങളിൽ എഴുതപ്പെടുക അല്ലെങ്കിൽ ലിഖിതങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ മമ്മൂട്ടി ഓസ്കാർ വേദിയിലെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, പലപ്പോഴും നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല. പല സിനിമകളും ഇവിടുന്ന് ഓസ്കാറിന് പോയി എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കാം, അതൊന്നും അതിൻ്റെ പടിവാതിക്കൽ പോലും എത്തിയിരുന്നില്ല എന്നുള്ളത്. വെറുതെ നോമിനേഷൻ വരെ ഉള്ളത് എത്തിയിരുന്നുള്ളൂ. ആകെ 3-4 ഇന്ത്യൻ സിനിമകൾ മാത്രമാണ് അവിടെ ഒന്ന് ഈ വേദിയിൽ പ്രദർശിപ്പിക്കുകയല്ല, അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. എന്തായാലും ഇതൊന്ന് പ്രദർശിപ്പിക്കുമ്പോൾ അത് ആദ്യമായി എത്തുന്ന ഒരു കാര്യമായി മാറുന്നു മലയാള സിനിമയ്ക്കും. എന്തായാലും ഈ ഒരു സിനിമ കണ്ടിറങ്ങിക്കഴിയുമ്പോൾ, ഈ ഒരു സിനിമയുടെ പ്രദർശനം കഴിയുമ്പോൾ അവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് മമ്മൂട്ടിയുടെ അഭിനയ പാഠവും തന്നെയായിരുന്നു. ഇത്ര ഗംഭീരമായിട്ട് തന്നെ ഒരു സിനിമയോടുള്ള സമീപനവും, അതുമാത്രമല്ല ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയവും അത് ഏറെ വാനോളം പുകഴ്ത്തുന്ന ഒരു കാര്യം നമ്മൾ കാണാൻ കഴിഞ്ഞു. നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ സദസ്സ് ഇത് ഏറ്റെടുത്തപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അതെ, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടൻ മമ്മൂട്ടി എന്നുള്ളത്. ഓസ്കാർ വേദിയിൽ ഇത്രത്തോളം പ്രശംസ നേടിയ മറ്റൊരു ഇന്ത്യൻ നടൻ ഇല്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാം. മമ്മൂട്ടിയുടെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും പോസിറ്റീവ് ബസ്സായി വന്നിരിക്കുന്നത്. ദ ഫിലിം ബ്ലെൻഡ്സ് യക്ഷി മിത്ത് വിത്ത് ടെൻസ് അറ്റ്മോസ്ഫിയർ, earning praise for Mammootty's standout performance amid mostly പോസിറ്റീവ് ബസ് എന്നുള്ള ലെവലിൽ തന്നെ ഉള്ള ആ ഒരു കമൻറ്റുകളുമൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ ഓരോ മമ്മൂട്ടി ആരാധകനും സന്തോഷത്തോടെ നിർവൃതി കൊള്ളാം. അതുകൂടാതെ ഓരോ മലയാളിക്കും ഇതൊരു സന്തോഷ മുഹൂർത്തമാണ്. ഓരോ എതിരാളിക്കും ഒന്ന് ആലോചിക്കാം, നിങ്ങൾ എതിരാളിയായി കാണുന്നത് എത്ര ശക്തനെയാണ് എന്നുള്ളത്. അതിലും നിങ്ങൾക്ക് അഭിമാനിക്കാം. അതായത് അത്ര മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നതും അതിലെ പ്രകടനവും. മമ്മൂട്ടി അല്ലാതെ വേറെ ഒരാളെയും സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇത് ആ റേഞ്ചിൽ നിൽക്കേണ്ട ഒരു കഥാപാത്രമായി ഇറങ്ങിച്ചെല്ലേണ്ട ഒരു കാര്യമാണ്. ഒരു കഥാപാത്രത്തെ തന്നിലേക്ക് ആവാഹിച്ച് താനായി മാറുന്നതല്ല ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രത്തോളം കയ്യടക്കമോ മെയ്വഴക്കമോ വരില്ല എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. കൊടുമൺ പോറ്റിയായി മാറുന്നു, ഒരു ചാത്തനായി മാറുന്നു. ഇതെല്ലാം വളരെ സ്പഷ്ടമായിട്ട് ബോഡി ലാംഗ്വേജിലൂടെ, ചലനങ്ങളിലൂടെ, നോട്ടങ്ങളിലൂടെ എന്ന് വേണ്ട എല്ലാ രീതിയിലും എത്തിക്കുന്നു. ഒരു കാര്യം നമുക്കിവിടെ ഉറപ്പിക്കാം, ഇനിയും ഈ പറഞ്ഞ പോലെ തന്നെ ലോക സിനിമയും മമ്മൂട്ടിയുടെ പിറകെ വരാൻ ഇനിയും അധിക ദിവസങ്ങൾ വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു നടൻ്റെ പൊട്ടൻഷ്യൽ ഇന്ന് ലോകമെമ്പാടുമുള്ള സംവിധായകർക്കും നടീനടന്മാർക്കും ഓരോ കാഴ്ചക്കാരനും അറിയാവുന്നതാണ്. അതുതന്നെയാണ് ഇനി മുന്നോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മമ്മൂട്ടി അടുത്ത ഫേസിലേക്ക് കടക്കുകയാണ്, ഇൻ്റർനാഷണൽ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, മലയാള സിനിമയെ ആദ്യമായി ദേശീയ ലെവലിൽ എത്തിക്കുകയും നാഷണൽ ലെവലിലേക്ക് കയറ്റുകയും മമ്മൂട്ടി തന്നെയാണ്. അതൊരു നിമിത്തം തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് വേണം. നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ സബ്സ്ക്രിപ്ഷൻ വേണം. ഗ്രേറ്റ് മീഡിയാസ്.